ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്പേസ് കണക്കൂട്ടി വീണ്ടും ഇടതിലേക്ക് തിരിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ലോക്കായി. പക്ഷേ ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ആദ്യം തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആകാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക്, ഒരു ടിപ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർമ്മയിലൊന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ പലരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് നേരെ വണ്ടി ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും സ്റ്റിയറിംഗ് കൺട്രോള് സ്റ്റഡി ആകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ബുദ്ധിമുട്ട് തുടക്കക്കാർക്ക് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം റിവേഴ്സ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എത്ര എങ്ങോട്ട് തിരിക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ പലർക്കും തന്നെ ഇല്ല. ഇന്നത്തെ ഒരു വീഡിയോയിൽ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കാനായിട്ട് എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ കറക്റ്റായിട്ടൊന്ന് നിങ്ങളെ തിരിച്ച് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, കണ്ടു നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓളമർത്തി കൊടുക്കുക. അപ്പം ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ടും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ ആവശ്യാനുസരണം മാത്രമേ തിരിക്കാവുള്ളൂ. പലർക്കും തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് കൂടുതലായി പോകുമ്പോൾ പിന്നെ എങ്ങനെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് നേരെയാക്കണമെന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ പലർക്കും കിട്ടത്തില്ല. എൻ്റെ വാഹനം സ്റ്റാർട്ടിങ്ങിലായിട്ട് കിടക്കുന്നു. എൻ്റെ വണ്ടിയുടെ ടയർ നേരെ പൊസിഷനിലാണ് കിടക്കുന്നത്. സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നേരെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് ഞാൻ ഇവിടുന്ന് ഇടത് സൈഡിലേക്ക് ഒന്ന് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇടത് സൈഡിൽ ഇതുകൊണ്ട് ഒരുപാട് ബലം ഒന്നും കൊടുക്കാതെ ഇത് ഇടത് സൈഡിലേക്ക് ഞാൻ ഏകദേശം ഒരു റൗണ്ട് തിരിച്ചു. അപ്പോൾ ആ സ്റ്റിയറിംഗ് നേരെ വരുന്ന ഒരു ഷേപ്പിലേക്ക് വന്നു. വീണ്ടും എനിക്ക് നോക്കുമ്പോൾ ഇടത് സൈഡിലേക്ക് വീണ്ടും തിരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്പേസ് കണക്കൂട്ടി വീണ്ടും ഇടതിലേക്ക് തിരിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ലോക്കായി, പക്ഷെങ്കിൽ സ്റ്റിയറിംഗ് നേരെയല്ല. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ആദ്യം തിരിച്ചതിന് ശേഷം വീണ്ടും ഇടത് സൈഡിലേക്ക് ഏകദേശം ഒരു അര അല്ലെങ്കിൽ ഒരു 3/4 റൗണ്ടും കൂടെ ഞാൻ തിരിച്ചപ്പോഴാണ് എൻ്റെ വണ്ടിയുടെ ടയർ ഇടത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞത്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ വണ്ടിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി വീണ്ടും ഞാൻ വലത് സൈഡിലേക്ക് തിരിക്കുകയാണ്. വലത് സൈഡിലേക്ക് ഞാനിത് ഇങ്ങനെ തിരിച്ചു. സ്റ്റിയറിംഗ് ഇപ്പം നേരെ ഇപ്പോൾ ഒരു 3/4 റൗണ്ടേ ഞാൻ തിരിച്ചുള്ളൂ. വീണ്ടും ഞാൻ ഇവിടുന്ന് വീണ്ടും വലത് സൈഡിലേക്ക് ഇതേ തിരിക്കുകയാണ്. തിരിച്ച് ഇത് വന്നപ്പോൾ ഇതേ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ ഇപ്പം നേരെ വന്നിട്ടുണ്ട്. അതായത് ഒരു റൗണ്ട് തിരിച്ചു. അപ്പം ഒരു 1.25 റൗണ്ട് അടുത്ത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടും കൂടെ ഇതേ വലത് സൈഡിലേക്ക് ഒന്ന് തിരിക്കുന്നു. വീണ്ടും ഞാൻ അവിടുന്ന് വീണ്ടും ഒരു 3/4 റൗണ്ടും കൂടെ ഇതേ വലത് സൈഡിലേക്ക് തിരിച്ചപ്പം സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു 3/4 റൗണ്ട് പിടിക്കുന്നു. വീണ്ടും ഒരു റൗണ്ടും കൂടെ തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ വാഹനത്തിലിരുന്ന് ഇതുകൊണ്ടോ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഇത് എന്നിട്ട് നമ്മൾ ഇനി വാഹനം തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ വണ്ടി മുന്നോട്ട് ഓടിക്കുമല്ലോ, അങ്ങനെ നേരെ ഇതുപോലെ നമുക്ക് ഒരുപാട് തിരക്കില്ലാത്ത ഒരു ഏരിയയിൽ നിങ്ങളുടെ വാഹനം നേരെ മുന്നോട്ട് എടുക്കുക. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇതേ സ്റ്റിയറിംഗ് ഞാനിപ്പോൾ വലത് സൈഡിലേക്ക് തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ടയർ നേരെയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എത്ര തിരിയണമെന്നുള്ളൊരു ധാരണയുണ്ട്. റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊരു പോസ്റ്റും ഉണ്ട്. അപ്പോൾ പോസ്റ്റേ തട്ടാതെ വേണം എനിക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഞാൻ തിരിക്കുന്നു. ഒരു റൗണ്ട് തിരിച്ചിട്ട് പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പോസ്റ്റേ തട്ടാതെ വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? പോസ്റ്റേ തട്ടാതെ എൻ്റെ വാഹനം വരുന്നുണ്ട്. ഇതുകൊണ്ട് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഞാനൊന്ന് വണ്ടി സ്ലോ ചെയ്ത് വീണ്ടും ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വീണ്ടും ബ്രേക്ക് വന്നു. എന്നിട്ട് നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ആ സൈഡിലേക്ക് പോകുമെന്ന് എനിക്കറിയാം, വലത് പോകുമെന്നറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഞാനിപ്പോൾ ഒരു റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചേക്കുന്നത്, ആ ഒറ്റ റൗണ്ട് തന്നെ ഞാൻ ഇടത് സൈഡിലേക്ക് പിടിച്ചു. അപ്പോൾ ഇടത് സൈഡിലേക്ക് ഞാൻ ആ ഒരു റൗണ്ട് പിടിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ ഇടത് സൈഡ് തിരിയുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ ടയർ നേരെ നിൽക്കുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് എൻ്റെ വണ്ടിയുടെ ടയർ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന പൊസിഷനിൽ നിന്ന് ഒറ്റ റൗണ്ട് ഞാൻ വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചിട്ടാണ് ഇത് ഈ പോസ്റ്റിന് വെളിയിലേക്ക് ഇറങ്ങിയത്. വീണ്ടും ഞാൻ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റൗണ്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ വണ്ടിയുടെ ടയർ മാത്രമാണ് നേരെയാകുന്നത്. ഞാൻ പറഞ്ഞ ഐഡിയ പിടി കിട്ടിയോ?
അപ്പം ഞാൻ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യും, ഇടത് സൈഡിലേക്ക് തിരിയാനായിട്ട് ഇതേ ഒറ്റ റൗണ്ട് തിരിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെ നിന്ന പൊസിഷനിൽ നിന്ന് ഇടത് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ച് പോയിന്റ് വന്ന് ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോഴുണ്ടോ വണ്ടി ഇടത് സൈഡിലേക്ക് മാറിയതുകൊണ്ടോ ഈ സൈഡിലേക്ക് വാഹനം കറക്റ്റായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇടത് സൈഡിലേക്ക് വാഹനത്തിൻ്റെ ടയർ മാറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നിൽക്കുന്നതിനെ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുകയാണ്, ടയർ നേരെയാക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ടയർ നേരെ. ഇനി ഹാഫ് ക്ലച്ച് പോയിന്റ് ആക്സിലറേഷൻ വന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ വണ്ടി നേരെ വരും. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കണം. നിങ്ങൾ പല ആൾക്കാർ ഇങ്ങനെ ഒരു ഐഡിയയിൽ ഇതിനെ മനസ്സിലാക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റിപ്പോകുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുക. എന്നിട്ട് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരുപാട് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സെൻറ്റർ മിറർ, ലെഫ്റ്റ് മിറർ ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, റിവേഴ്സ് നമുക്ക് വാഹനം ബാക്ക് സൈഡിലേക്ക് പോകണം. ഇപ്പോൾ ടയർ നേരെയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു സ്ലോപ്പാണ്, അതുകൊണ്ട് ബ്രേക്ക് അയക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ട്. പൂർണ്ണമായിട്ട് ക്ലച്ച് ഇപ്പോൾ അയച്ചു കൊടുത്ത വണ്ടി ഓഫായി പോകും. അതുകൊണ്ട് ബ്രേക്ക് മാത്രം ഒന്ന് അയച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇതുകൊണ്ട് ബ്രേക്ക് അയച്ച് ഇത് വരുവാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് നേരെ ബാക്കാണ് പോകുന്നത്. അതെനിക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് നേരെ നോക്കുമ്പോൾ എനിക്കറിയാം ഇതുകൊണ്ട് വണ്ടി നേരെയാണ് നിൽക്കുന്നത്, ബാക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാം. രണ്ട്, ഞാൻ ലെഫ്റ്റും റൈറ്റ് മിററും ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാക്കാം. ഇനി ഇൻ കേസ് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമുക്കൊന്ന് ശകലം റൈറ്റ് സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഒറ്റ റൗണ്ട് ഒന്നും തിരിച്ചു കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് തിരിക്കും. ഇപ്പം നേരെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഇപ്പം നേരെ നിൽക്കുന്നു, ഒരു ശകലം തിരിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് ഇപ്പം വലത് ഞാനൊരു ചെറിയ രീതിയിൽ പിടിച്ചു. ഇതുകൊണ്ട് അപ്പം എൻ്റെ വാഹനം നേരെ ബാക്കിൽ, ഇതുകൊണ്ട് വലത് ചെറുതായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും വലത് അത്രയും പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന ഇതുകൊണ്ട് ഈ ഇടത് സൈഡ് ഇങ്ങോട്ട് ചേരുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും നേരെയാക്കാനായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു. ഇപ്പം ടയർ മാത്രമേ നേരെയായിട്ടുള്ളൂ. അപ്പം നേരെ ബാക്കിലേക്ക് പോകും. അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് കുറച്ച് ഇടത് സൈഡിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ശകലം ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഈ ഇടത് സൈഡിലേക്ക് ചെറുതായിട്ട് ഇങ്ങോട്ട് ചേർന്നു. വീണ്ടും എൻ്റെ വണ്ടി ഇതുകൊണ്ട് നേരെയായിട്ട് വരുന്നു. വീണ്ടും എനിക്ക് സ്റ്റിയറിംഗ് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇതേ സ്റ്റിയറിങ്ങിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് സ്റ്റിയറിങ്ങിനെ ഞാൻ സ്റ്റഡിയാക്കി. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ചേർന്ന് ഇത് കറക്റ്റായിട്ട് വരികയാണ്. ഇതേ വീണ്ടും ഞാനിതേ വണ്ടി നേരെയാണ്. എനിക്ക് റോഡിൽ നോക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം ലെഫ്റ്റും റൈറ്റും മിററും ചെക്ക് ചെയ്യുന്നു. ഇതുകൊണ്ട് നേരെ ബാക്ക് സൈഡിലേക്ക് കണ്ടോ എൻ്റെ വാഹനം നേരെ ഇറങ്ങി വരികയാണ്. ഇനി ഇടത് സൈഡിലേക്ക് എൻ്റെ വണ്ടി ഒന്ന് ചേർത്ത് നിർത്തണം. ചേർത്ത് നിർത്തേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ സ്റ്റിയറിംഗ് തിരിക്കുക. ഇപ്പം ഇടത് സൈഡിലേക്ക് എനിക്ക് ചേർത്ത് നിർത്തണം. അപ്പം ഞാൻ ആ സ്പേസ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഞാൻ ഇതേ ഒറ്റ റൗണ്ട് ഇടത് സൈഡിലേക്ക് ആദ്യം ഒന്ന് തിരിച്ചു കൊടുത്തു. അപ്പോൾ ആവറേജ് നമുക്ക് ഒന്ന് ചെറിയൊരു സ്പേസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒറ്റ റൗണ്ട് മതി. ഇതേ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു, പതിയെ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഇതുകൊണ്ട് ഈ സൈഡിലേക്ക് എൻ്റെ വാഹനം ഒറ്റ റൗണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് വണ്ടി ഈ സൈഡിലേക്ക് മാറി. വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, ഒറ്റ റൗണ്ട് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ടയർ നേരെയാകത്തേ ഉള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലായി, ടയർ നേരെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അത് പോരാ. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടുന്ന് ഈ സൈഡിലേക്ക് തിരിയണം. അപ്പം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് ഞാൻ ഒടിച്ചു കൊടുക്കുകയാണ്. ഈ സൈഡും പരമാവധി എൻ്റെ വണ്ടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ വണ്ടിയുടെ മുൻവശം ദേ ഈ സൈഡിലേക്ക് മാറും, പിൻവശം ഇവിടുന്ന് മാറും. ഇതുകൊണ്ടോ അപ്പം നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് നേരെ വരും. ഇപ്പോൾ കണ്ടില്ലേ, വണ്ടി നേരെ വരുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ വലത് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ട് പിടിക്കുമ്പോൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഐഡിയകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എഴുതിയിടുക. ഒപ്പം തന്നെ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഒരു സപ്പോർട്ട് നൽകുക. കാരണം നമ്മളിത് ഡെയിലി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്ത് ഒരു സപ്പോർട്ട് നൽകുക. ഒപ്പം തന്നെ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.